2-3 മാഫിയകൾ നമ്മുടെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കാണുന്നവർക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് മിസ്സാവുന്ന പോലെയാണ് അവർക്ക്. എന്താണ് മിസ്സായത് ചോദിക്കും. അതായത് ഇപ്പം എറണാകുളം മാഫിയ എന്ന് പറഞ്ഞിട്ട് ഒരിത് പറയുന്നു, ട്രിവാൻഡ്രം മാഫിയ എന്ന് പറയുന്നു, ദെൻ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നു. അപ്പം ഇതിൽ ഈ മട്ടാഞ്ചേരി മാഫിയാണ് കുറച്ച് ഡേഞ്ചർ എന്നതാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള മാഫിയകൾ വലിയ കുഴപ്പമില്ല, ഇതൊരു ഡേഞ്ചർ ആണ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ആ ഒരു ഡേഞ്ചർ എന്ന് അറിയാനായിട്ട് ആളുകൾക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഉത്തരം പറയാലോ? ഓഫ് കോഴ്സ് പറയാം. ആദ്യമായിട്ട് പറയേണ്ടത്, ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന സംഭവം ഫസ്റ്റ് പറഞ്ഞത് ഈ കേരളത്തിൽ സന്തോഷ് പണ്ഡിറ്റാണോ? ആണോ? അല്ല മേഡം, എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. സന്തോഷ് പണ്ഡിറ്റ് അല്ലല്ലോ. അല്ല, ഞാൻ ഉത്തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ജനറലി ഒരു ടോക്ക് ഉണ്ട്, അല്ലാണ്ട് സന്തോഷ് പണ്ഡിറ്റ് കണ്ടുപിടിച്ച ഒരു മാഫിയ അല്ല മട്ടാഞ്ചേരി മാഫിയ. അതും കൂടെ നമ്മൾ പറയുമ്പോൾ മുഴുവൻ പറയണം. ഇത് ഇവിടുത്തെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനൽ, പേര് പറയാലോ അല്ലേ, മറുനാടൻ മലയാളിയിൽ ഒരു പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് കണ്ടുപിടിച്ചു എന്ന് പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മറുനാടൻ മലയാളിയിൽ പുഴു എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത അതിൻ്റെ ഒരു സ്ത്രീയാണ് ചെയ്തത്. അവരുടെ ഭർത്താവാണ് ഈ മട്ടാഞ്ചേരി മാഫിയയും അവരുടെ രീതിയെക്കുറിച്ച് പറഞ്ഞത്, സന്തോഷ് പണ്ഡിറ്റ് അല്ല. അതായത് അവർക്ക് ഇപ്പോൾ സവർണ അവരുദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇവരുടെ സിനിമകളിൽ വില്ലനായി എപ്പോഴും നായർ, മനസ്സിലായില്ലേ, നമ്പൂതിരി, മേനോൻ, ഇങ്ങനെയുള്ള കാസ്റ്റ്, അയർ കാസ്റ്റിൽപ്പെട്ടവരെ മോശക്കാരായും അവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന സിനിമകളാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം എന്ന് വാശി പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ആ സിനിമ വിചാരിച്ച പോലെ വിജയിച്ചില്ല, സംതിങ്. അതായത് ഈ വിവാദത്തിന് തുടക്കമിട്ടത് സന്തോഷ് പണ്ഡിറ്റ് അല്ല, ഒരിക്കലും അല്ല. അത് അത്രയും ശരിയാണല്ലോ. ഓക്കെ, അപ്പം ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് അതിനെ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ അതാണ് ഞാൻ പറയുന്നത്. ഉത്തരം തരാം. അല്ല, അതിന്റെ തുടക്കം അങ്ങനെയാണ്. അല്ലാണ്ട് കേൾക്കുന്നവർ സന്തോഷ് പണ്ഡിറ്റ് പെട്ടെന്ന് ബോധോദയം വന്നതാണോ? അല്ല. ആ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് മട്ടാഞ്ചേരി മാഫിയ മാത്രമല്ല, തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ എന്ന് പറഞ്ഞിട്ട് പേര് 2 മാഫിയ ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള ഒരു അപകടമായ രീതിയിലാണ് അവർ പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ശരി, എൻ്റെ ആ വീഡിയോ നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. മട്ടാഞ്ചേരിയിലുള്ള മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്ഥലമാണ്, അവിടെയുള്ള കുറച്ച് പേർ ചേർന്ന് നടത്തിയ മാഫിയ അല്ല മട്ടാഞ്ചേരി മാഫിയ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇടക്കാലത്ത് പല സിനിമകളും, സിനിമയുടെ പേര് പറയുന്നില്ല, ആ സിനിമകളിൽ ഈ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെ കുറേ ഗുണ്ടകളെ കഥ പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി വന്നിരുന്നു. അതൊക്കെ ഈ സിനിമ അല്ല, ഈ കാണുന്നവർക്ക് മനസ്സിലാവും. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറേ ഗുണ്ടകൾ. എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതാണ്, അവിടുത്തെ നല്ല മനുഷ്യന്മാരുമാണ്, എനിക്കറിയാം. അവിടെ നല്ല കലാകാരന്മാരുള്ള സ്ഥലമാണ് ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ, നല്ലൊരു സ്ഥലമാണ്. പക്ഷേ സിനിമകളിൽ കാണിച്ചത് എന്താണ്? മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറേ ഗുണ്ടകളാണ്. നിങ്ങൾ കുറേ സിനിമയുടെ പേര് പറയുന്നത് എനിക്ക് വിഷമം കൂടെ പറയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായി, പൊതുവിലുള്ളൊരു ടോക്കാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന്. ഈ പേരെങ്ങനെ വന്നു എന്ന് ആദ്യം നോക്കണം. ഇവിടെ കണ്ടിന്യൂസ്ലി സിനിമകളിൽ മട്ടാഞ്ചേരിയിലെ ഗുണ്ടകളുടെ കഥ പറഞ്ഞ് സിനിമാ രംഗത്തുണ്ടായൊരു ടോക്കാണ് മട്ടാഞ്ചേരി മാഫിയ. അതൊരു വശം വെച്ചു. അത് കുറച്ച് ഗുണ്ടാശം കാണിക്കുന്ന ഒരു മട്ടാഞ്ചേരി മാഫിയ കേട്ടോ. മട്ടാഞ്ചേരി എന്ന സ്ഥലമായിട്ടോ ജനങ്ങളായിട്ടോ ഇതിനൊരു ബന്ധമില്ല. അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ഈ രീതിയിൽ സിനിമ എടുത്തപ്പോൾ അവരെ നമ്മൾ പേര് മാറ്റി ഇത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം തരണം. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അല്ലാതെ ഈ സിനിമ ചെയ്ത മൊത്തം ആൾക്കാർ ഈ ഒരു ചെറിയ കുഞ്ഞു സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇവരുടെ രീതി കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ചോദിക്കാം, ഇവരുടെ രീതി ഓക്കെ, ഒരു ടീം ഇങ്ങനെ എന്തോ ഒരു രീതിയിൽ ചെയ്യുന്നു, അപ്പോൾ അതിന് മട്ടാഞ്ചേരി തന്നെ എന്തുകൊണ്ട് പേര് കൊടുക്കണം? അതിന് സിനിമാ രംഗത്ത് നിന്നുള്ള ഉത്തരം എന്താണ്? കഞ്ചാവ് അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ MDMA പോലുള്ള സാധനങ്ങൾ ഈ ഒരു വിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നു. ഫിലിം ഫീൽഡിൽ തന്നെ അല്ല, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് പറഞ്ഞത്, സന്തോഷ് പണ്ഡിറ്റല്ല. വീണ്ടും ഇത് എൻ്റെ തലയിലിടരുത്. അല്ല ഉറപ്പായിട്ടും അല്ല ജി, അതാ അത് കാണുന്നവരോട് തന്നെയാണ് പറയുന്നത്. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് തലയിടരുന്നതാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് പറഞ്ഞത്. ന്യൂ ജനറേഷനിൽ പെട്ട ചില നടന്മാർ ഇങ്ങനെ അവർക്ക് കഞ്ചാവ് അടിച്ചാലേ അവർക്ക് അഭിനയം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കഞ്ചാവാണെന്ന് സന്തോഷ് പണ്ഡിറ്റല്ല, അവരാണ് പറഞ്ഞത്. ഓക്കെ, ഇവർ അന്ന് കറക്റ്റ് ആളുകളെ പേരടക്കം വെച്ചിട്ടാണ് പറഞ്ഞത്. അവരാരെങ്കിലും അതിനെ മറുപടി പറഞ്ഞു. അല്ല,
ഇങ്ങനെ ഞങ്ങൾക്കെതിരെ അലിഗേഷനുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ അവർ വിചാരിക്കുന്നതിന് ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് തന്നെ പേര് വരാൻ കാരണം കഞ്ചാവാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പല സിനിമകളുടെ പേര് കഞ്ചാവാണ്. വീണ്ടും ഞാൻ സിനിമയുടെ പേര് പിന്നെ ഒരാളെ വേദനിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. ഇവരുടെ സിനിമകൾ ഈ നായകൻ അല്ലെങ്കിൽ നായകന്മാർ എന്ന് പറയുന്നവർ കൂടുതലും മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് കഞ്ചാവ്. ഇത് കണ്ടിന്യൂസ്ലി ഇവർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി ഈ കുറേ സിനിമകളിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് കാണിക്കുകയും ഇവരെ പൊതു സ്വഭാവം റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഇവർക്ക് മട്ടാഞ്ചേരി മാഫിയ എന്ന് പേര് വന്നത്. അതായത് മട്ടാഞ്ചേരി ആയിട്ടോ സ്ഥലമായിട്ടോ ഒരു ബന്ധമില്ല. ആദ്യമായിട്ട് അത് മനസ്സിലാക്കണം എന്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു 1988 മുതലാണ് ഈ തിരുവനന്തപുരം മാഫിയ വരുന്നത്. ഈ തിരുവനന്തപുരം മാഫിയ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അവരുടെ നാട്ടിലെ കുറച്ച് പേർക്ക് അതിന് ശരിക്കും മാഫിയ എന്ന് പറയണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വശമാണ് ഈ സീരിയൽ രംഗത്തൊക്കെ വരുന്ന ആളുകൾക്ക്, നിങ്ങളിപ്പോൾ ഒരു സീരിയൽ നടിയാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരാൻ കുറച്ചുകൂടി ഈസിയായി. അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളൊക്കെ തിരുവനന്തപുരം ഏരിയയിലുള്ളവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ലോഡ്ജിങ് ഒക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ളവനാണെങ്കിൽ എളുപ്പമാണല്ലോ എന്ന് കരുതി അവർ ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഏരിയയിലേക്ക് പറഞ്ഞു വരുമ്പോൾ എന്തായി കണ്ട, ഒരു തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ കൊടുക്കൂ. അതിൻ്റെ അർത്ഥം കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് പോയിട്ട് താമസിച്ചാലും അവൻ തിരുവനന്തപുരം മാഫിയൻ്റെ ഭാഗമാവുകയാണ്. ഇങ്ങനെ ബോധപൂർവ്വം ഒരാൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതല്ല, ഇതിങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. അതായത് സീരിയൽ രംഗത്തുള്ള പല സീരിയലുകളും തിരുവനന്തപുരം വന്നപ്പോൾ അവർ ആ തിരുവനന്തപുരം ഏരിയയിൽ ഇത് വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അവർ കളിക്കുന്നുണ്ടോ, നമ്മളാളുകൾക്ക് കിട്ടിക്കോട്ടെ, ഇതിങ്ങനെ കഥ പോയി ഒരു വശം. അപ്പോഴാണ് എറണാകുളം സൈഡിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ്, അതായത് അവർ കുറച്ചും കൂടെ കഥാചിത്രങ്ങളാണ് എടുത്തിരുന്നത്. നമ്മൾ എറണാകുളം സൈഡിലുള്ള വരുന്നവർ എടാ ഇങ്ങനെ ഭയങ്കര സീരിയസ് പ്രമേയങ്ങളൊന്നും വേണ്ട, നമുക്ക് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് വേണം, അതാ നമ്മളെ ടീമിനെ വിളിച്ചോ, അതാണ് കുറച്ചൊക്കെ മിമിക്രിക്കാർ അല്ല ഈ ഒരു വിഭാഗം, ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ. ഇതൊന്നും അവരിങ്ങനെ എറണാകുളം മാഫിയ എന്ന് തുടങ്ങിയതല്ല. ഇതായി വന്നപ്പോൾ ഒരു ഫോക്കസ് വന്നപ്പോൾ അവരെ ഒരു ടീമൊക്കെ വെച്ചിട്ട് മിമിക്രി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഈ 1988 എന്നൊക്കെ ഞാൻ പറയുന്നത് സീരിയൽ രംഗം സ്ട്രോങ് ആയപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സീരിയലിലേക്കാണ് അത് കൂടുതൽ തിരുവനന്തപുരം മാഫിയ വന്നത് അല്ല, അങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇവരെ ഈ തിരുവനന്തപുരത്തുകാർ നദി ഉൾപ്പെടുത്താതെ നമ്മൾ എറണാകുളത്തുകാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ചും കൂടെ കോമഡിക്കും എൻ്റർടൈൻമെൻറ്റിനും കൊടുത്ത് കഥാചിത്രത്തെക്കാൾ ഇവർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് കൂടുതൽ കൊടുക്കുകയും ഇങ്ങനെ ചെയ്തിട്ടാണ് ഇവർ ഈ എറണാകുളം മാഫിയ അറിഞ്ഞോ അറിയാതെയോ വരുന്നത്. ഇതാണ് രണ്ട് മാഫിയ. ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 മുതലാണ് മട്ടാഞ്ചേരി മാഫിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് മാഫിയയും അതായത് അവരൊരു ഗ്രൂപ്പാണ്. ഈ പറയുന്നതിൽ കോഴിക്കോട്ടുകാരനും കാസർഗോഡുകാരനും രണ്ടും കൂടെ ഈ പരിപാടി കാണുന്നവർ മനസ്സിലാക്കണം എന്നുണ്ട്. ഈ 2014 എത്തിയപ്പോഴാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നവരുടെ തുടക്കമിടുന്നത്. അതായത് ഇവർ കുറച്ചുകൂടി പറയപ്പെടുന്നു അതിലുള്ള ചില ആളുകൾ കഞ്ചാവിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവരെ അതായത് കഞ്ചാവ് അടിക്കുന്നതിൽ തെറ്റില്ല. ഇനി അവിടെയാണ് ഇത് ഡേഞ്ചർ ആണോ എന്ന് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഈ രണ്ട് ടീമും അവരെ അടുത്തടുത്തുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴും അവർക്കൊരു എത്തിക്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ അവരുടെ കഥകൾക്ക് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാന നായകൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മനസ്സിലാക്കണം. ഈ രീതിയാണ് അവരുടെ കഥയിൽ പോലും പോയത്. ആ എത്തിക്സ് അവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ മട്ടാഞ്ചേരി മാഫിയയിലേക്ക് എത്തിയപ്പോൾ എന്തായെന്നറിയോ, സിനിമയുടെ കഥാപരമായി ഒരാൾ കൊലപാതകം നടത്തുന്നു, കറക്റ്റായി പോലീസിനെ പറ്റിക്കുന്നു. ഒരാൾ അതായത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പോലീസിനെ പറ്റിക്കലാണ്. കഥ ഇങ്ങനെയായി, മനസ്സിലായില്ലേ?